തമ്പി പോയിട്ടില്ല. ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു. എനിക്ക് അയാളൊന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ? പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. പോലീസ് സ്റ്റേഷനില് ഒരു കോൺസ്റ്റബിൾ ഭായി ഉണ്ടായിരുന്നു. എന്റെ ഗുരുവാണ്. പുറത്തൊരു പാട് പോലും ഉണ്ടാക്കാതെ അകം ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച്. എങ്ങനെയുണ്ട് തമ്പി? പ്ലീസ്. ഇല്ല, കൊല്ലില്ല. എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ആ പയ്യന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ എരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്. മനസ്സിലാടാ ഗജ ഫ്രോഡെ. പാട്ടീൽജിയുടെ നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ? സാറേ, ഇതെല്ലാം വാങ്ങി ദേഹത്തിട്ട് നിന്റെ കഴുത്തൊടിയും പെണ്ണേ. ഷോ, ആര് പറഞ്ഞ എല്ലാം കൂടി വാങ്ങാൻ പോവാന്ന്? പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ. എന്റെ അടുത്തുണ്ട് ഒരുപാട്. ഒരിടയ്ക്ക് ഏട്ടന് ഇത് തന്നെയായിരുന്നു ക്രേസ്. എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊണ്ടുതരും. ടൈം എടി ടൈം. ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി. ജോസേ, ഇത് ആരാ കസ്റ്റമർ എന്ന് അറിയോ? നമ്മുടെ പരമേശ്വരൻ സാറിന്റെ സിസ്റ്ററാ. നീ എന്റെ മാനം കളയരുത്. മോള് വാ, ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു. വാ, ഇവിടെ ഉണ്ട്. ഇല്ലപ്പാ, ഇവിടെ എന്താ വേണ്ട എടുത്തു കൊടുക്കും. இல்ல தங்கச்சி கல்யாணம் வருது இல்லையா? ஆமா. என்ன மறந்துட்ட விஷயம்? இல்ல கண்டிப்பா வந்தா நான் அப்புறம் கூப்பிடுறேன். കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം. ഉക്കാരടോ. ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല. ഇത് ആരാ ഇരിക്കണേന്ന് എനിക്കല്ലേ അറിയൂ.
അല്ല യൂസഫ് ഷായുടെ വിവരമൊന്നും കിട്ടിയില്ല ആ ഗോൾഡ്. ആ അത് ഇതുവരെ എത്തില്ലേ? ഞാൻ യൂസഫിനെ ഫോൺ ചെയ്യാം. അവൻ ഏറ്റതല്ല എത്താതിരിക്കില്ല. സർ ബില്ല് റെഡിയാണ്. ഡിസ്കൗണ്ടോ? ആ ബില്ല് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് കാറി കയറ്റട കാട്ടുപോത്തെ. കുഞ്ഞിപ്പാലു ബില്ല് കൊണ്ടുവരാൻ പറയാം. അവനൊരു വിവരക്കേട് പറഞ്ഞാൽ സാറേ ക്ഷമിച്ചു കളാം. അവിടെ നിൽക്കാൻ. നിന്നെ ഞാൻ ഒന്നും. ഏട്ടാ പോവാം. പോകാം. ദേ ഈ ക്ഷമയ്ക്ക് ഇവിടുന്ന് എന്തോ ഒന്ന് വേണമെന്ന് എന്താ വേണ്ടേ? പറഞ്ഞു കൊടുക്കടി. എന്താ വേണ്ടത്? ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ. അതിനുള്ള സമയം വരട്ടെ. ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തി തൂക്കിയിടാൻ 5-6 മണി വാങ്ങിച്ചേട്ടാ. നടക്കുമ്പോ ജിൽ 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 കളിക്കണേ. ആ അലിയാപ്പു, ശ്രീധരമേനൊക്കെ പുറത്തു വന്നിരിക്കുക. ഒന്നും ചാത്തേക്കരുത്. ഹലോ, യെസ് യെസ്, പിന്നെ മനസ്സിലായി. ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ. ആ തുടരുത്. അല്ല, ഇതെന്തായി കാണിക്കണേ? ഇത് അകത്തെങ്ങാനും കൊണ്ട് വെക്ക് കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ. അയ്യോ ഇല്ല, പരമനെ കണ്ടോ? ഇല്ല, പുറത്ത് പലത് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ്. പറയേ ഒരെണ്ണം കീറണ. ഒറ്റ കീറി വെച്ചതാണല്ലോ. ആ അല്ല, എന്തൊരു ഇരിപ്പായത്. ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല. 1000 ഫോൺ കാളെങ്കിലും വന്നു കാണും. പുറത്ത് തിരക്കുന്നവർ വേറെയും വന്നാട്ടെ. പരമു, മനസ്സ് വല്ലാതങ്ങ് സന്തോഷം കൊണ്ട് നിറയാ. പക്ഷേ എന്തോ ഒരു വേദന, ഒരുതരം ഡിപ്രഷൻ. എന്തു പറ്റി? അവൾ നാളെ ഈ പടിയിറങ്ങി പോവും അല്ലേ സ്വാമി? ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും. അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട്. അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല, അല്ലടോ? എന്തായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന ഒരു ഫർലാങ് അപ്പുറത്തേക്ക്. പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി, കുഞ്ഞുങ്ങളായി, സ്വാഭാവികമായ മാറ്റങ്ങൾ. അത് വേണ്ടേ? അതൊക്കെ കണ്ണു നിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത്. വന്നാട്ടെ. അറിയാഞ്ഞിട്ടല്ല ഒന്നും. എന്നാലും അവൾ എന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ മകനും മകളും എല്ലാമാണ്. എന്താ? താഴെ മുഴുവൻ ഗസ്റ്റ് ഇവിടെ തിരക്കുക. ഇവളാണെങ്കിൽ ഡ്രസ്സിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പതാ കണ്ണെഴുതാൻ ആരെ അനുവദിക്കുന്നില്ല. ഏട്ടൻ എഴുതി തരൂത്ര. ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ്. വേറെ ആരും എന്റെ കണ്ണു തൊട്ടാലും ഞാൻ കാര്യം അല്ല ഏട്ടാ. അതെ അതെ, ഞാൻ താഴോട്ട് പോവാ. വന്നേക്കണേ. ഏയ് നിങ്ങളൊക്കെ പോ 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 പോ. നാളെ മുതൽ എന്റെ കുട്ടി എന്ത് ചെയ്യും? ഏട്ടന് കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ണെഴുതി തരാൻ. ഞാൻ കണ്ണു തൊട്ടില്ല പപ്പ. അതുകൊണ്ടല്ല, എനിക്ക് എന്തോ ഒരു സങ്കടം.